നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. റയൻ എയർ കുടുംബ സീറ്റിംഗ് നയം മാറ്റി. ഇനി കുട്ടികൾക്കൊപ്പം ഇരിക്കാൻ ഈടാക്കിയിരുന്ന 8 പൗണ്ട് ഫീസ് ഒഴിവാക്കി. കുറഞ്ഞ നിരക്കിലുള്ള വിമാന സർവീസ് നടത്തുന്ന റയൻ എയർ തങ്ങളുടെ സീറ്റിംഗ് നയത്തിൽ കാര്യമായ മാറ്റം വരുത്തി. UK മത്സര കമ്മീഷൻ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് ഈ നടപടി. നേരത്തെ 2 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളുള്ള യാത്രക്കാർ കുട്ടികൾക്കൊപ്പം ഇരിക്കാൻ ഏകദേശം 8 പൗണ്ട് ഫീസ് നൽകണമായിരുന്നു. പുതിയ നയപ്രകാരം മാതാപിതാക്കൾക്ക് വിമാനത്തിന്റെ പിൻഭാഗത്തായി കുട്ടികൾക്കൊപ്പം ഒരു ഫീസും കൂടാതെ സീറ്റ് ലഭിക്കും. ബുക്കിംഗ് സമയത്ത് ഇഷ്ടപ്രകാരമുള്ള സീറ്റ് തിരഞ്ഞെടുക്കണമെങ്കിൽ ഫീസ് നൽകിയും സൗകര്യം ലഭ്യമാണ്. ചെക്ക് ഇൻ കഴിഞ്ഞാണ് സീറ്റ് അലൊക്കേഷൻ അറിയിക്കുകയുള്ളൂ എന്നും കമ്പനി വ്യക്തമാക്കി. CMA പറയുന്നത് ഈ മാറ്റം ഉപഭോക്താക്കൾക്ക് അനുകൂലമായ നടപടിയാണെങ്കിലും മുൻപ് ഈടാക്കിയ ഫീസുകളുടെ കാര്യത്തിൽ അന്വേഷണം തുടരുമെന്നാണ് CEO മൈക്കൽ ഒലിയറി പ്രതികരിച്ചത്. തങ്ങൾ വ്യവസായ നിലവാരത്തിന് അനുസൃതമായി മാറാൻ വിമുഖതയോടെയാണ് ഈ തീരുമാനമെടുത്തതെന്നാണ്. റെഗുലേറ്റർമാർ ഉപഭോക്തൃ താൽപ്പര്യം തെറ്റിദ്ധരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. 12 വയസ്സുകാരിയെ പീഡിപ്പിച്ച ബംഗ്ലാദേശി പൗരന് 15 വർഷം തടവ്. ഇംഗ്ലീഷ് ധാർമ്മികത ഇല്ലായിരുന്നുവെന്ന് കോടതി. ബ്രിട്ടനിലെ വെസ്റ്റ് സസെക്സിലെ വർത്തിങ്ങിൽ നിന്നുള്ള താരക് മിയ എന്ന ബംഗ്ലാദേശി വംശജനെ 12 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തതിനും 9 വയസ്സുകാരിയെ ഓൺലൈനിലൂടെ പീഡിപ്പിച്ചതിനുമായി 15 വർഷം തടവിന് ശിക്ഷിച്ചു. പോർട്സ്മൗത്ത് ക്രൗൺ കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. 3 വയസ്സുള്ളപ്പോൾ UK-യിലെത്തിയ ഇയാൾ ടിക്ടോക്കിലും സ്നാപ്ചാറ്റിലുമായി കുട്ടികളെ പരിചയപ്പെടുകയും തുടർന്ന് പീഡിപ്പിക്കുകയുമായിരുന്നു. 2023-24 കാലയളവിൽ 13 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയെ 4 തവണ ബലാത്സംഗം ചെയ്തു. 2024-25 കാലത്ത് മറ്റൊരു 9 വയസ്സുകാരിയെ ഓൺലൈനിലൂടെ പീഡിപ്പിച്ചു. പ്രോസിക്യൂട്ടർമാർ വാദിച്ചത് ഇയാൾക്ക് ഇംഗ്ലീഷ് ധാർമ്മിക മൂല്യങ്ങൾ ഇല്ലായിരുന്നുവെന്നും അയാളുടെ സംസ്കാരം ചെറു പെൺകുട്ടികളോടുള്ള വിരോധ മനോഭാവത്തിന് കാരണമായിരിക്കാമെന്നുമാണ്. ഇരകളുടെ അമ്മമാർ കോടതിയിൽ പറഞ്ഞത് തങ്ങളുടെ മക്കളുടെ നിഷ്കളങ്കതയും ആത്മാഭിമാനവും പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടെന്നാണ്. ആദ്യ ഇരയായ 12 വയസ്സുകാരിക്ക് ഓട്ടിസവും പ്രായത്തിനനുസരിച്ചുള്ള മാനസിക വളർച്ചയും ഇല്ലായിരുന്നു. പ്രതി തൻ്റെ പ്രവൃത്തിയെ സാധാരണ പരീക്ഷണം എന്നാണ് വിശേഷിപ്പിച്ചത്. പ്രധാനമന്ത്രി സ്ഥാനമൊഴിയും മുൻപ് സർ കീർ സ്റ്റാർമർ റെയിൽ യാത്രാ നിരക്ക് മരവിപ്പിച്ചു. യാത്രക്കാർക്ക് ആശ്വാസം. സ്ഥാനമൊഴിയുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ തന്റെ ഭരണകാലത്തെ അവസാന നടപടികളിൽ ഒന്നായി റെയിൽ യാത്രാ നിരക്ക് മരവിപ്പിക്കുന്ന പുതിയ നിയമം പ്രഖ്യാപിച്ചു. 30 വർഷത്തിനിടെ ആദ്യമായാണ് റെയിൽ നിരക്ക് ഇങ്ങനെ മരവിപ്പിക്കുന്നത്. ഇത് ദശലക്ഷക്കണക്കിന് യാത്രക്കാർക്ക് ആശ്വാസമാകുമെന്നും ചില യാത്രക്കാർക്ക് പ്രതിവർഷം 300 പൗണ്ട് വരെ ലാഭിക്കാമെന്നും ഗതാഗത സെക്രട്ടറി ഹേദി അലക്സാണ്ടർ അറിയിച്ചു. കുടുംബങ്ങളുടെ ജീവിതച്ചെലവ് കുറയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നടപടിയെന്ന് സ്റ്റാർമർ പറഞ്ഞു. വേനൽക്കാല കുടുംബയാത്രകൾക്കുള്ള വാറ്റ് കുറയ്ക്കലും ഇതിനൊപ്പം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്റ്റാർമറുടെ രാജിക്ക് ശേഷം അടുത്ത പ്രധാനമന്ത്രി ആൻഡി ബെർൺഹാമാണ് എത്താൻ സാധ്യത. തൻ്റെ 2 വർഷത്തെ ഭരണകാലത്തെ ഏറ്റവും മികച്ച നേട്ടങ്ങളിലൊന്നായാണ് സ്റ്റാർമർ ഈ റെയിൽ നിരക്ക് മരവിപ്പിക്കലിനെ വിശേഷിപ്പിച്ചത്. റെയിൽവേ സർവീസുകൾ പൊതുമേഖലയിലേക്ക് മാറ്റുന്നതിനും പുതിയ ഗ്രേറ്റ് ബ്രിട്ടീഷ് റെയിൽവേ സ്ഥാപിക്കുന്നതിനുമുള്ള പദ്ധതികളും പുരോഗമിക്കുകയാണ്. HMRCക്ക് 1 പെൻസ് മുതൽ നികുതി തുക ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈടാക്കാൻ നിയമനിർദ്ദേശം. വിദഗ്ധരിൽ ആശങ്ക. ബ്രിട്ടനിലെ നികുതി വകുപ്പായ HMRCക്ക് 1 പെൻസിൽ താഴെയുള്ള നികുതി കുടിശ്ശിക പോലും നികുതിദായകരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് ഈടാക്കാനുള്ള അധികാരം നൽകുന്ന പുതിയ നിയമനിർദ്ദേശം സർക്കാർ മുന്നോട്ട് വച്ചു. നിലവിൽ 1000 പൗണ്ടിന് മുകളിലുള്ള കുടിശ്ശികകൾക്ക് മാത്രമാണ് ഈ നേരിട്ടുള്ള പിരിവ് സാധ്യമാകൂ. കൂടാതെ ഈടാക്കിയ ശേഷം അക്കൗണ്ടിൽ കുറഞ്ഞത് 5000 പൗണ്ടെങ്കിലും ബാക്കി വയ്ക്കണമെന്ന നിലവിലെ വ്യവസ്ഥയും നീക്കം ചെയ്യാൻ നിർദ്ദേശമുണ്ട്. വീണ്ടും നികുതി അടയ്ക്കാൻ വിസമ്മതിക്കുന്നവർക്കെതിരെ മാത്രമേ ഈ അധികാരം ഉപയോഗിക്കൂ എന്നും HMRC വ്യക്തമാക്കുന്നു. എന്നാൽ നികുതി വിദഗ്ധർ ഇതിനെതിരെ മുന്നറിയിപ്പ് നൽകുന്നു. കുറഞ്ഞ വരുമാനക്കാരുടെ ജീവിതം ദുഷ്കരമാക്കുമെന്നും തെറ്റായ നികുതി തുക ഈടാക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും അവർ ചൂണ്ടിക്കാണിച്ചു. ഓരോ വർഷവും 2 ബില്യണിലധികം പൗണ്ട് ചെറുകിട നികുതി കുടിശ്ശികകൾ പിരിയാതെ കിടക്കുന്നുണ്ടെന്നും പുതിയ നിയമം കൊണ്ട് നീതി ഉറപ്പാക്കാനാണ് ലക്ഷ്യമെന്നും ട്രഷറി സെക്രട്ടറി പറഞ്ഞു. കൺസൾട്ടേഷൻ ഓഗസ്റ്റ് 28 വരെ തുറന്നിരിക്കും. ഇംഗ്ലണ്ടിലെ സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ നിരോധനം നിയമമായി. തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ. ഇംഗ്ലണ്ടിലെ എല്ലാ സ്കൂളുകളിലും മൊബൈൽ ഫോൺ നിരോധനം ജൂൺ 29 തിങ്കളാഴ്ച മുതൽ നിയമപരമായി നടപ്പിലാക്കും. 2026 ചിൽഡ്രൻസ് വെൽബീയിങ് ആൻഡ് സ്കൂൾസ് ആക്ടിലെ സെക്ഷൻ 36 പ്രകാരമാണ് ഈ ഉത്തരവ്. പഠന സമയത്തും ഇടവേളകളിലും ഉച്ചഭക്ഷണ സമയത്തും ഉൾപ്പെടെ മുഴുവൻ സ്കൂൾ സമയത്തും വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോണുകളോ സ്മാർട്ട് വാച്ചുകൾ പോലുള്ള സമാന ഉപകരണങ്ങളോ ഉപയോഗിക്കാൻ അനുവാദമില്ല. സ്കൂളുകൾക്ക് അവരുടേതായ രീതിയിൽ ഇത് നടപ്പിലാക്കാം. ഫോൺ പൂർണ്ണമായും നിരോധിക്കുക, പ്രവേശന സമയത്ത് ശേഖരിക്കുക അല്ലെങ്കിൽ ഓഫ് ചെയ്ത് സൂക്ഷിക്കാൻ അനുവദിക്കുക എന്നിങ്ങനെ. ഓഫ്സ്റ്റഡ് ഇൻസ്പെക്ടർമാർ സ്കൂളുകളിൽ പരിശോധന നടത്തും. 12-13 ക്ലാസുകളിലെ മുതിർന്ന വിദ്യാർത്ഥികൾക്ക് 6th ഫോം കോമൺ റൂമുകൾ പോലുള്ള നിശ്ചിത മേഖലകളിൽ ഫോൺ ഉപയോഗിക്കാം.
പ്രമേഹം പോലുള്ള രോഗങ്ങൾക്ക് മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ഫോൺ ആവശ്യമുള്ളവർക്ക് ഇളവുണ്ട്. യൂസിച്ച് നടത്തിയ പുതിയ ഗവേഷണമനുസരിച്ച് പകുതിയോളം രക്ഷിതാക്കൾ കരുതുന്നത് തങ്ങളുടെ കുട്ടികൾ ഈ നിയമത്തെ മറികടക്കാനുള്ള വഴി കണ്ടെത്തുമെന്നാണ്. 1/3 രക്ഷിതാക്കൾ സ്കൂൾ കഴിഞ്ഞാൽ കൂടുതൽ സ്ക്രീൻ സമയം ആവശ്യപ്പെടുമെന്നും ഭയപ്പെടുന്നു. വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിജിറ്റ് ഫിലിപ്സൺ പറയുന്നത്, മൊബൈൽ ഫോണുകൾക്ക് സ്കൂളുകളിൽ സ്ഥാനമില്ല എന്നും ഇനി ഒരു എങ്കിൽ ഇല്ല, പക്ഷേ ഇല്ല. സ്കോട്ട്ലൻഡിൽ മലയാളി യുവതി ലിൻഡ മേരി ബാബു അന്തരിച്ചു. സ്കോട്ട്ലൻഡിലെ ലിവിങ്സ്റ്റൺ താമസിച്ചിരുന്ന ലിൻഡ മേരി ബാബു എന്ന മലയാളി യുവതി ക്യാൻസറിനെ തുടർന്ന് അന്തരിച്ചു. 3 വർഷമായി ക്യാൻസർ രോഗത്തിന് ചികിത്സയിലായിരുന്നു. ലിവിങ്സ്റ്റണിലെ സെൻറ് ജോൺസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരിക്കെയായിരുന്നു അന്ത്യം. പോൾ മാത്യുവാണ് ഭർത്താവ്. 3 വയസ്സുകാരനായ ഏകമകൻ. എഡിൻബറോയിലെ സെൻറ് അൽഫോൻസ് സെൻറ് ആൻ്റണി സീറോ മലബാർ മിഷനിലെ സജീവ അംഗമായിരുന്നു ലിൻഡ. അവിടുത്തെ വിവിധ പ്രവർത്തനങ്ങളിലും ആരാധനാ ശുശ്രൂഷകളിലും നിറഞ്ഞു നിന്ന അവരുടെ വിയോഗം സ്കോട്ട്ലൻഡിലെ മലയാളി സമൂഹത്തെ ഏറെ സങ്കടത്തിലാഴ്ത്തി. നിരവധി പേരാണ് ഇവരുടെ കുടുംബത്തിന് അനുശോചനം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തിൻ്റെ അടുത്ത സുഹൃത്തും ബന്ധുക്കളും ഇതിനകം ലിവിങ്സ്റ്റണിൽ എത്തിക്കഴിഞ്ഞു. സംസ്കാര ശുശ്രൂഷകളുടെ വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കുമെന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചു. അഭയാർത്ഥികൾക്ക് നിയമപരമായ വഴി തുറക്കും. ഷബാന മഹ്മൂദ് പുതിയ കുടിയേറ്റ ബിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നു. ബ്രിട്ടൻ ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് ആയിരക്കണക്കിന് അഭയാർത്ഥികൾക്ക് UK സുരക്ഷിതമായും നിയമപരമായും എത്താൻ പുതിയ വഴികൾ തുറക്കുന്ന കുടിയേറ്റ ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ, സർവകലാശാലകൾ, തൊഴിലുടമകൾ എന്നിവർക്ക് അഭയാർത്ഥികളെ സ്പോൺസർ ചെയ്യാൻ അനുവദിക്കുന്ന കനേഡിയൻ മാതൃകയിലുള്ള പദ്ധതിയാണ് നിർദ്ദേശിക്കുന്നത്. ഈ വർഷം ശരത്കാലം മുതൽ ആദ്യ അഭയാർത്ഥികൾ UK തുടങ്ങും. മനുഷ്യക്കടത്ത് നിയമം, മനുഷ്യാവകാശ ക്ലെയിമുകൾ എന്നിവ ദുരുപയോഗം ചെയ്യുന്നത് തടയാനുള്ള കർശന നടപടികളും ബില്ലിൽ ഉൾപ്പെടും. ആൻഡി ബൺഹാം പ്രധാനമന്ത്രിയാകുന്നതോടെ ക്യാബിനറ്റ് പദവികൾ മാറ്റപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിലും മഹ്മൂദ് ഹോം ഓഫീസിൽ തുടരാനാണ് സാധ്യത. ലേബർ പ്രതിപക്ഷ ഭാഗങ്ങളിൽ നിന്ന് ബില്ലിനെതിരെ ചെറുത്തുനിൽപ്പ് ഉണ്ടാകുമെന്ന് ആശങ്കയുണ്ട്. ലേബർ പ്രഭു ആൽഫ് ഡബ്സ് 1939 നാസി ഭരണകൂടത്തിൽ നിന്ന് ഓടിപ്പോന്ന ഒരാൾ എന്ന നിലയിൽ ബേർണേം ഈ കഠിന നയങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ചുരുക്കം അഭയാർത്ഥികൾ എത്തുകയും ക്രമേണ ആയിരക്കണക്കിലേക്ക് ഉയർത്തുകയും ചെയ്യുമെന്നാണ് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത്. ബ്രിട്ടനിൽ പൊണ്ണത്തടി ചികിത്സ പരിഷ്കരിക്കാൻ £85 മില്യൺ. AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെ 12 നൂതന പദ്ധതികൾ. ഒബേസിറ്റി അഥവാ പൊണ്ണത്തടി ചികിത്സ പൂർണ്ണമായും പരിഷ്കരിക്കാൻ ബ്രിട്ടീഷ് സർക്കാരും ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ഇലൈ ലില്ലിയും ചേർന്ന് £85 മില്യൺ നിക്ഷേപിക്കുന്നു. ഒബേസിറ്റി പാത്വേ ഇന്നൊവേഷൻ പ്രോഗ്രാം വഴി 12 നൂതന പദ്ധതികൾ നടപ്പാക്കുന്നതിനാണ് ഈ ഫണ്ടിംഗ്. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ് എന്നിവിടങ്ങളിൽ ആയിരക്കണക്കിന് രോഗികൾക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കും. നോർഫോക്കിൽ AI സഹായത്തോടെയുള്ള ട്രിയേജ് കെൻറ്റിൽ 3300ഓളം കുടുംബങ്ങൾക്ക് വാട്സപ്പ് വഴി 24 മണിക്കൂർ ആരോഗ്യോപദേശം. ലെസ്റ്ററിൽ കമ്മ്യൂണിറ്റി ഫാർമസികൾ, ജിം ഹബ്ബുകൾ എന്നിവ ഉൾപ്പെടുന്ന നൂതന കേന്ദ്രങ്ങൾ. വെയിൽസിൽ ആദ്യമായി ഒരൊറ്റ NHS ചികിത്സാ റൂട്ട്. ഇങ്ങനെ വ്യത്യസ്ത മേഖലകൾക്ക് അനുസൃതമായ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ 1/3 മുതിർന്നവർ പൊണ്ണത്തടി ബാധിതരാണ്. ഇത് NHSന് പ്രതിവർഷം £9 മില്യൺ ചെലവുണ്ടാക്കുന്നു. ദരിദ്ര സമൂഹങ്ങൾ, ഗ്രാമതീര പ്രദേശങ്ങൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിവർക്കും ഈ ചികിത്സ ലഭ്യമാക്കുകയെന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ജങ്ക് ഫുഡ് പരസ്യ നിയന്ത്രണം, സ്കൂൾ ഭക്ഷണ പദ്ധതികൾ, ആരോഗ്യ റിപ്പോർട്ടിംഗ് ബാധ്യത എന്നിവയടങ്ങുന്ന ഒരു സമഗ്ര ആരോഗ്യ പദ്ധതിയുടെ ഭാഗമാണിത്. UK പ്രമുഖ കലാപ്രതിഭകൾ അണിനിരക്കുന്നു. മെലഡി മേറ്റ്സ് ഈവൻറ്റിൽ സൗജന്യ പ്രവേശനം. UK സംഗീത ആസ്വാദകർക്കായി വൈവിധ്യമാർന്ന കലാവിരുന്നൊരുക്കി മെലഡി മേറ്റ്സ് ഈവൻറ്റ്സ് UK അരങ്ങേറ്റം കുറിക്കുന്നു. സംഘടനയുടെ ഔദ്യോഗിക ലോഞ്ചിങ് ഈവൻറ്റ് ജൂലൈ 12 ഞായറാഴ്ച പീറ്റർബറോയിലെ മാനർ ഫാം കമ്മ്യൂണിറ്റി സെൻറ്ററിൽ വെച്ച് വിപുലമായ പരിപാടികളോടെ നടക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് ആരംഭിച്ച് രാത്രി 9 മണി വരെ നീണ്ടു നിൽക്കുന്ന ഈ മെഗാ സംഗീത സാംസ്കാരിക വിരുന്നിൽ UK പ്രശസ്തരായ ഗായകർ, പ്രമുഖ സംഗീതജ്ഞർ, നർത്തകർ തുടങ്ങി നിരവധി പ്രമുഖ കലാപ്രതിഭകളാണ് അണിനിരക്കുന്നത്. വൈവിധ്യമാർന്ന സംഗീത പരിപാടികളും ആകർഷകമായ നൃത്തച്ചുവടുകളും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ദൃശ്യശ്രവ്യ വിരുന്നാണ് മെലഡി മേറ്റ്സ് UK മലയാളി സമൂഹത്തിനായി ഒരുക്കിയിരിക്കുന്നത്. കുടുംബസമേതമെത്തി ആസ്വദിക്കാൻ കഴിയുന്ന ഈ പരിപാടിയിലേക്ക് പ്രവേശനം പൂർണ്ണമായും സൗജന്യമാണ്. UK മുഴുവൻ സംഗീത പ്രേമികളും കലയെ സ്നേഹിക്കുന്നവരും ഈ സുവർണാവസരം വിനിയോഗിച്ച് പരിപാടിയിൽ പങ്കുചേരണമെന്നും തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഈ മഹത്തായ കലാവിരുന്ന് വൻ വിജയമാക്കി തീർക്കണമെന്നും സംഘാടകർ സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q-മലയാള UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q-മലയാള UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.